അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബി അജ്മഈൻ. അമ്മാബാദ്. പീസ് റേഡിയോ സ്നേഹക്കൂടിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ പ്രവാസ ലോകത്തുള്ള സുഹൃത്തുക്കളോട്, അതുപോലെ അവരുടെ ഭാര്യമാരോട്, പ്രത്യേകിച്ച് പ്രവാസികളോടൊപ്പം അവിടെ തന്നെ കഴിയുന്ന ഭാര്യമാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളൊക്കെയാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവിടെ ഫിനാൻഷ്യൽ ബജറ്റിനെ കുറിച്ച് പരാമർശിക്കുകയുണ്ടായി. അതുപോലെ തന്നെ അവിടെ പ്രത്യേകിച്ച് അവിടെ എത്തിച്ചേരുന്ന ഭാര്യമാർ ഒറ്റപ്പെടുന്ന ചില സാഹചര്യങ്ങളിൽ അവിടെ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ടത്, അതുപോലെ ജോലിയുടെ ഭാരമായി വരുന്ന ഭർത്താക്കന്മാരോട് ഒരു ഭാര്യ എങ്ങനെ പെരുമാറണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ചർച്ച ചെയ്തത്. ഒരുപാട് ചോദ്യങ്ങളും ഒരുപാട് നിർദ്ദേശങ്ങളൊക്കെ ആയിട്ടാണ് ഈ വിഷയങ്ങൾ നമുക്ക് പീസ് റേഡിയോയിൽ വരാറുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ വീണ്ടും ചില കാര്യങ്ങളെ പരാമർശിക്കേണ്ടതുണ്ട്. അത് ഒരുപാട് കുടുംബങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നുള്ളതുകൊണ്ട് ആ ഒരു വിഷയത്തിൻ്റെ കണ്ടിന്യൂഷനാണ് ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി ബഹുമാനനായ സയ്യിദ് സർ നമ്മൾ സ്വാഗതം ചെയ്യുകയാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഒരുപാട് കൗൺസിലിംഗ് അനുഭവങ്ങളാണ് സ്നേഹക്കൂടിൽ നമുക്ക് ലഭിക്കാറുള്ളത്. ഒരു സ്വപ്ന ലോകത്തുള്ള പരിഹാരങ്ങളല്ല, മറിച്ച് യാഥാർത്ഥ്യ ലോകത്ത് ജീവിക്കുമ്പോൾ യഥാർത്ഥ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അതിന് ആ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള പരിഹാരങ്ങളാണ് നമുക്ക് ലഭിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെയാണ് സ്നേഹക്കൂട് ഒരുപാട് ആളുകൾ ഏറ്റെടുത്തുള്ളത്. അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ നമ്മോട് പങ്കുവെക്കുന്നത്, പരിഹാരം തേടുന്നത്. അപ്പം ഇന്ന് സർ അസ്സലാമു അലൈക്കും. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സുഹൃത്തുക്കൾ, അതുപോലെ അവരുടെ ഭാര്യമാരൊക്കെ നേരിടുന്ന പ്രശ്നങ്ങൾ, അതിനുള്ള പരിഹാരങ്ങൾ, വലിയ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന തകർച്ചയ്ക്കുള്ള വലിയ ചില കാരണങ്ങളൊക്കെ അന്ന് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ അന്ന് സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ കൊണ്ട് കുടുംബത്തിലുണ്ടാകുന്ന ദോഷങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഇന്ന് എനിക്ക് തോന്നുന്നത് ആരോഗ്യ പ്രശ്നങ്ങൾ അല്ലേ, ഒരു ജീവിതത്തിൻ്റെ ആ ഒരു ഊർജ്ജസ്വലമായ സമയത്താണ് പല സുഹൃത്തുക്കളും പ്രവാസ ലോകത്തേക്ക് ഇവിടുന്ന് യാത്ര തിരിക്കാറുള്ളത്. അവിടെ നിരന്തരമായ ജോലി, മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ജോലി, ആവശ്യത്തിന് വിശ്രമം കിട്ടാത്തത്, അതുപോലെ തന്നെ കുടുംബത്തിലെ പല പ്രയാസങ്ങൾ കൊണ്ട് നാട്ടിലേക്ക് പെട്ടെന്ന് തിരിച്ചു വരാൻ പറ്റുകയോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും മറ്റൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലാതിരിക്കുകയോ ചെയ്യുന്ന അവസരം, ഇതൊക്കെ കൊണ്ടാണ് പലപ്പോഴും പല സുഹൃത്തുക്കളും ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിട്ടും അവിടെ തന്നെ അന്യനാട്ടിൽ അവിടുത്തെ കാലാവസ്ഥയോടൊക്കെ മല്ലിട്ടുകൊണ്ട് സ്വന്തം അസുഖങ്ങളൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി ഓമിക്കപ്പെട്ടൊക്കെ ജീവിക്കണത്. അപ്പോൾ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്ന സുഹൃത്തുക്കൾ, ആ സുഹൃത്തുക്കളോട് നമുക്കൊരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ കുടുംബങ്ങളോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അവരുടെ ഭാര്യമാരോട്, മക്കളോട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട്. അപ്പം ആരോഗ്യപരമായ ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് എന്താണ് ഇത്തരക്കാരായ ഫാമിലിയോട് പറയാനുള്ളത്? ഇവിടെ ഒരു പ്രവാസി അനുഭവിക്കുന്ന ഭാര്യയാവട്ടെ ഭർത്താവട്ടെ, ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം പ്രവാസ ജീവിതത്തിൽ ജോലി തിരക്കിനിടയിൽ സ്വന്തം ആരോഗ്യത്തെ മൈൻഡ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. കാരണം അവിടുത്തെ സിസ്റ്റം അനുസരിച്ച് അയാൾ ജോലി ചെയ്താൽ മാത്രമേ അയാൾക്ക് അതിൻ്റെ വരുമാനം കിട്ടുള്ളൂ. അപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ സമയത്ത് അയാളുടെ ഉറക്കം നഷ്ടപ്പെടുകയാണ്. IT മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിട്ടും അയാൾ ആ ജോലി ചെയ്തിരിക്കണം. സ്വാഭാവികമായിട്ടും അവരുടെ ഭാര്യയ്ക്ക് IT മേഖലയിൽ നൈറ്റ് ഡ്യൂട്ടി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഭാര്യയ്ക്ക് അയാളെ മിസ്സാവുകയാണ് അല്ലേ. ഈ മിസ്സാവുമ്പോൾ അവിടെ ഉണ്ടാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഉറക്കം ഡിസോർഡർ ആകുമ്പോൾ ഉണ്ടാവുന്ന ഇഷ്യൂസ് ഉണ്ട് അല്ലേ. നോർമലി ഒരു മനുഷ്യന് കിട്ടേണ്ട റെസ്റ്റ്, അതിന് ഒരു ബയോളജിക്കൽ ക്ലോക്ക്, ജൈവശാസ്ത്രപരമായ ഘടികാരം അതുണ്ട്, ഇല്ലയെന്ന് ആരും സമർത്ഥിച്ചിട്ട് കാര്യമല്ല. കാരണം നമ്മൾ തന്നെ ഇപ്പോൾ ഈ സംസാരം നടത്തുന്ന ഒരു സമയം വൈകിക്കഴിഞ്ഞാൽ നമുക്ക് ക്ഷീണം വരും, നമ്മുടെ സംസാരത്തിൽ അപാകത പ്രത്യക്ഷപ്പെടും. കാരണം നമ്മുടെ മൈൻഡ് വർക്ക് ചെയ്യില്ല. ഇവിടെ ഇതിനൊക്കെ ഓവർകം ചെയ്തുകൊണ്ടാണ് പ്രവാസികൾ ജീവിക്കുന്നത്. ഇത് ഭാര്യമാർക്കും പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, ഭർത്താക്കന്മാർക്കും ഉണ്ടാക്കുന്നുണ്ട്. ഇവിടെ പ്രോപ്പറായിട്ടുള്ള ഒരു ഹെൽത്ത് ലൈഫ് സ്റ്റൈല് അവർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ അവരുടെ ആരോഗ്യത്തിന് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ അതുണ്ടാക്കും. ഇതാണ് വലിയ രോഗങ്ങൾ പേറി പ്രവാസ ജീവിതം കഴിഞ്ഞ് നാട്ടിലേക്ക് അവർ മടങ്ങാൻ കാരണം. ഒന്ന്, അവരുടെ ഫുഡ് ഹാബിറ്റ്സ് അല്ലേ. പ്രവാചകൻ കൽപ്പിച്ച രൂപത്തിലല്ല ആ ഫുഡ് ഹാബിറ്റ്സ് അവരുണ്ടാക്കിയെടുത്തത്. ഇപ്പോൾ രാവിലെയും ഉച്ചക്കും ഒക്കെ കഴിക്കുന്ന ഫുഡും
രാത്രി കഴിക്കുന്ന ഫുഡും ഒരുപോലെ അല്ലല്ലോ. കാരണം ഹെവി ഫുഡ് രാത്രി കഴിക്കുമ്പോൾ അത് ദഹിക്കാനുള്ള സമയം പോലും കിട്ടുന്നില്ല. ഇത് അവരിൽ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രണ്ടാമത്തത് സ്ട്രെസ്സ്, അല്ലേ? നല്ല ഫുഡും നല്ല സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ മാനസികമായിട്ടുള്ള പ്രതിസന്ധികൾ, സ്ട്രെസ്ഫുള്ളായിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുമ്പോൾ അത് ആരോഗ്യത്തെ നെഗറ്റീവായിട്ട് ബാധിക്കും, അല്ലേ? നല്ല ചിന്തകൾ മനസ്സിനുണ്ടാവുമ്പോഴാണ് നല്ല ആരോഗ്യം ഉണ്ടാവുക. എന്നാൽ നിഷേധാത്മകമായ ചിന്തകളും നിഷേധാത്മകമായ കാര്യങ്ങളും നിരന്തരം മനസ്സിന് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഫിസിക്കൽ ഹെൽത്തിനെ, ശാരീരിക ആരോഗ്യത്തെ അത് ബാധിക്കും, മാനസികാരോഗ്യത്തെയും ബാധിക്കും. ഈ ഒരു അവസ്ഥ പ്രവാസി സ്ത്രീകൾ പ്രത്യേകിച്ച് അനുഭവിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ഷെയറിങ് ചെയ്യപ്പെടുക. ഏത് കാര്യവും ഓരോ ദിവസവും പരിഹരിക്കപ്പെട്ട് മുന്നോട്ട് പോകണം. ഇപ്പോൾ ഈ അടുത്ത് ഉണ്ടായൊരു അനുഭവം ഒരു സഹോദരി പറയാണ്, എൻ്റെ ഭർത്താവ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തെ എനിക്ക് കിട്ടുന്നില്ല. യുവതിയാണ്. ഭർത്താവിന് വേണ്ടത് ഫ്രണ്ട്സാണ്. നാട്ടിൽ വന്ന ഫ്രണ്ട്സിൻ്റെ കൂടെ അയാൾ അടിച്ചു പൊളിച്ച് തീരാണ്. എൻ്റെ വീട്ടിൽ നിന്ന് ഭർത്താവിൻ്റെ വീട്ടിൽ ഞാൻ എത്തുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ സ്ട്രെസ് ഉണ്ടാക്കുന്ന മദറിൻലോ അല്ലെങ്കിൽ ആ കുടുംബം അവിടെ ഉണ്ട്. അവരിൽ നിന്നൊരു മോചനം എനിക്ക് കിട്ടേണ്ടത് എൻ്റെ ഭർത്താവിൽ കൂടിയാണ്. പക്ഷെ ഭർത്താവ് നട്ടപ്പാതിരക്കാണ് വീട്ടിലെത്തുന്നത്. വീട്ടിലെത്തിയിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ തുറന്ന് സംസാരിക്കാൻ വേണ്ടി വീണ്ടും അദ്ദേഹം സൗദി അറേബ്യയിൽ പോകേണ്ടി വന്നു. ഇത് ലൈവായിട്ട് ആ പെണ്ണ് പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. അവർ പറയാണ്, അരമണിക്കൂർ എൻ്റെ ഭർത്താവിനോട് എൻ്റെ മനസ്സിലെ നൊമ്പരങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടി അദ്ദേഹം സൗദി അറേബ്യയിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നു. കാരണം നാട്ടിലെത്തിക്കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് പിയർ ഗ്രൂപ്പിൻ്റെ പ്രഷറിലാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. അയാൾക്ക് ആവോളം ആസ്വാദനം ആ ഫ്രണ്ട്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. എൻ്റെ ആസ്വാദനം ആര് നോക്കാൻ? ഇത്തരത്തിലുള്ള നൊമ്പരങ്ങൾ അനുഭവിക്കുന്ന പ്രവാസി സ്ത്രീകൾ, ഭാര്യമാർ, അവരാണ് എക്സ്ട്രാ മാരിറ്റൽ റിലേഷൻഷിപ്പിലേക്ക് നയിക്കപ്പെടുന്നത്. അതിനവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഭർത്താക്കന്മാരെയാണ് പറയേണ്ടത്. ഭർത്താവിന് വേണ്ടത്ര ആസ്വാദനങ്ങൾ, സൗകര്യങ്ങൾ സമൂഹത്തിൽ നിന്നും ഫ്രണ്ട്സിൽ നിന്നും ഒക്കെ കിട്ടും. പക്ഷേ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം നമ്മളെ മാത്രം അവലംബിക്കുന്നവരാണവർ. അപ്പോൾ അത് അവർക്ക് കിട്ടാതെ പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഫ്രസ്ട്രേഷൻ, മാനസികാഘാതം വളരെ വലുതാണ്. ഇത് ഓരോ പ്രവാസിയും മനസ്സിലാക്കേണ്ടതുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, വളരെയധികം നല്ലൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞു വെച്ചത്. അവിടെ രണ്ടുപേരും രോഗികളാവുന്ന അവസ്ഥയാണുള്ളത്. ഒന്ന്, നാട്ടിലെത്തിയിട്ട് ആരൻ്റെ ഭർത്താവ് തന്നെ ശ്രദ്ധിക്കുന്നില്ല, പരിഗണിക്കണില്ല. വിദേശത്ത് ഉണ്ടായിരുന്ന സമയത്ത് ചെയ്ത ഒരു കമ്മ്യൂണിക്കേഷൻ പോലും ഇല്ലാതെ വരുമ്പോൾ ആ ഒരു ഭാര്യ സ്വാഭാവികമായിട്ട് ആകെ ഡിപ്രസ്ഡ് ആയിട്ട് മാനസിക നിലയിൽ തെറ്റുന്ന ഒരു അവസാന രോഗിയായി മാറാം. അതേപോലെ തന്നെ താൻ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ എത്രയോ മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ ചിലവഴിക്കുന്നത് ഓക്കെ, അത് കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നേരം വൈകുന്നു. ഭാര്യൻ്റെ അടുത്തൊരു വേണ്ട രൂപത്തിലുള്ള പ്രതികരണം കിട്ടിയില്ല. ഇയാളും രണ്ടുപേരും അല്ല, അവിടെ ഭാര്യ പറഞ്ഞ കാര്യം എന്താ അറിയോ? ഐ ആം ഓൺലി എ സെക്സ്വൽ വെപ്പൺ ഫോർ ഹിം. അദ്ദേഹത്തിൻ്റെ ലൈംഗിക ദാഹം തീർക്കാനുള്ള ഒരു ഉപകരണമായിട്ട് എന്നെ അദ്ദേഹം കാണുകയാണ്. അയാൾക്കത് കിട്ടുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടേണ്ട ഇമോഷണൽ ഇൻറ്റിമസി, വൈകാരികമായിട്ടുള്ള സാമീപ്യം എൻ്റെ ഭർത്താവിൽ നിന്ന് മാത്രമാണ് എനിക്കത് കിട്ടേണ്ടത്. അത് കിട്ടുന്നില്ല. പക്ഷേ ഞാൻ യാന്ത്രികത ഉൾക്കൊണ്ട് അതിന് വാങ്ങിക്കൊടുക്കണു. പക്ഷേ എനിക്കതിൽ നിന്ന് എന്ത് കിട്ടുന്നില്ല? ഒരു പ്ലഷറും കിട്ടുന്നില്ല. ഇത് എത്ര സ്ത്രീകൾ തുറന്നു പറയും? ഇത് ഭർത്താക്കന്മാരായ പുരുഷന്മാർ മനസ്സിലാക്കേണ്ടതില്ലേ? ഇത്തരത്തിലുള്ള ഒരുപാട് നീറുന്ന പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആ പ്രശ്നങ്ങൾ ആരും ചർച്ച ചെയ്യുന്നില്ല. നമ്മൾ ടോണിക്കുള്ളിൽ കഴിക്കേണ്ടതിന് ബദൽ ഓയിൻമെൻറ്റ് തേച്ചിട്ട് വല്ല കാര്യമുണ്ടോ? ഓരോരുത്തരും അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അവരുമായിട്ട് ഇൻറ്റിമസി കീപ്പ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലേ? ഇപ്പം നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഒരു വിഷയം, ഒരു ഭർത്താവിൻ്റെ വർക്ക് ഹോളിക് കൾച്ചർ. അയാൾ നിരന്തരം ജോലി ചെയ്യാണ്, അയാൾക്ക് നല്ല സാലറി ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കുന്ന ഭാര്യയ്ക്ക് കിട്ടേണ്ട കാര്യങ്ങൾ കിട്ടാതെ വരുമ്പോൾ അവൾ അസ്വസ്ഥയാവുകയാണ്. അവൾക്കുണ്ടായ കുട്ടിയെ പാരൻ്റ് ചെയ്യുന്നതിൽ അവൾ വീക്കാവുകയാണ്. കാരണം അവൾക്ക് സ്റ്റെബിലിറ്റി ഓഫ് മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ അവളുടെ കുട്ടിയെ മര്യാദക്ക് പോറ്റാൻ അവൾക്ക് പറ്റുള്ളൂ. ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾ എന്തുകൊണ്ടാണ് ഉണ്ടാവുന്നത്?
ഹൈപ്പർ ആക്റ്റീവായ കുട്ടികൾ ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള റിലേഷൻഷിപ്പിൽ നല്ല ഒരവസ്ഥ ഇല്ല എങ്കിൽ ഈ മാനസിക പ്രതിസന്ധി മുഴുവൻ പേറിക്കൊണ്ടാണ് അവൾ ഗർഭം ധരിക്കുന്നത്, അവൾ പ്രസവിക്കുന്നത്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ബൈ റിസൾട്ട്, അതിൻ്റെ ഔട്ട്കം ആ കുട്ടിയിലുണ്ടാവും. ഇത് പുരുഷന്മാർ മനസ്സിലാക്കില്ല. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ നമ്മൾ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട, ഗർഭധാരണ സമയത്ത് ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതാണ് ഈ സന്ദർഭത്തിൽ ഉണർത്താനുള്ളത്. ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് അതിൻ്റെ പരിഹാരങ്ങൾ നമുക്ക് ലഭിക്കുക. ആ പരിഹാരങ്ങൾ ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് പിന്നീടൊരു നല്ല ജീവിതം ഉണ്ടായിത്തീരുന്നതാണ്. പലപ്പോഴും ഇത് കേൾക്കുന്നു, പരിഹരിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, നീട്ടി വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും അത് വീണ്ടും പരിഹാരം അല്ല ഉണ്ടാകുക, പ്രശ്നങ്ങൾ കൂടി വരികയാണ്. അപ്പോൾ അവിടെ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സാർ, ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു ചോദ്യം ഉണ്ടല്ലോ, നമുക്ക് പീസ് റേഡിയോയിൽ പല പ്രാവശ്യമായിട്ട് കിട്ടിയതാണ്. എൻ്റെ ഭർത്താവ് വിദേശത്ത് ജോലി ചെയ്യുന്നു, ഒരുപാട് കാലമായിട്ട് അദ്ദേഹം അവിടെ നിന്ന് ലീവിന് വരുന്ന സമയത്ത് ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞ് പല സഹോദരിമാരും, ഒന്നല്ല രണ്ടല്ല, ഒരുപാട് സഹോദരിമാർ നമുക്ക് ചോദ്യങ്ങളായി അയച്ചു തന്നൊരു വിഷയമാണ് ഇപ്പോൾ നമ്മൾ ഈ പരാമർശിച്ചത്. അഥവാ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്, എനിക്ക് കിട്ടേണ്ട പരിഹാരമില്ല, ഞാൻ മാനസികമായി തകർന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സഹോദരിമാർക്കുള്ളൊരു മാർഗ്ഗനിർദ്ദേശമാണ്. അങ്ങനെയുള്ള സഹോദരിമാർ ഈ ഒരു എപ്പിസോഡ് നിർബന്ധമായും തങ്ങളുടെ ഭർത്താക്കന്മാരെ കേൾപ്പിക്കാൻ കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പറയാനുള്ളത്. അല്ല, അവിടെ വേറൊരു കാര്യം ഭാര്യമാരും ശ്രദ്ധിക്കണം. ഈ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു കൽപ്പന, നിങ്ങൾ ചൊറിയരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ ചൊറിയ എന്നുള്ളത് പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റം പ്രയാസം ഉണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഏറ്റവും നല്ല ഒരു മൂഡിൽ, ഏറ്റവും നല്ല രൂപത്തിൽ വീട്ടിലേക്ക് കയറി വരുമ്പോൾ അത് എല്ലാം ഓഫാക്കുന്ന രൂപത്തിൽ ബോംബ് സ്ഫോടനം അവിടെ ഉണ്ടാവും. കാരണം അത് കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഭർത്താവിൻ്റെ മാനസികാവസ്ഥ മനസ്സിലാക്കി സാവകാശം പറയേണ്ട കാര്യം ഓൺ ദി സ്പോട്ട് തന്നെ അവരങ്ങോട്ട് എക്സ്പ്ലോഡ് ചെയ്യും. കാരണം അതിപ്പോൾ പറഞ്ഞില്ലെങ്കിൽ പറയാൻ പറ്റില്ല എന്നുള്ള നിലക്കാണ് സഹോദരിമാരത് പറഞ്ഞു പോകുന്നത്. ഇവിടെ സഹാബ വനിതയുടെ ഒരു ചരിത്രം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സ്വന്തം കുഞ്ഞ് മരണപ്പെട്ട വേളയിൽ ഭർത്താവിനോട് ആ സഹാബയെ അറിയിക്കുന്നത് അവരുമായിട്ട് ശയനം നടത്തിയതിന് ശേഷമാണ്. ആ ഒരു മാതൃക എന്താണ് കാണിക്കുന്നത്? എത്രത്തോളം വലിയ പരിഗണന ഇമോഷണൽ ആ ഒരു എൻഗേജ്മെൻറ്റിനുണ്ട്, വൈകാരികമായിട്ടുള്ള സപ്പോർട്ട് എത്രത്തോളം പരസ്പര്യം ഉണ്ടാവണം എന്ന് തെളിയിക്കുന്ന ഒരു ഇൻസിഡൻ്റാണ് ആ കുഞ്ഞ് മരണപ്പെട്ട ഭാര്യ ഭർത്താവിനോട് കാണിച്ച ധർമ്മം. ഇവിടെ ഭാര്യമാരും അവരുടെ മനസ്സ് പാകപ്പെടുത്തണം. ഭർത്താവ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജോലി തിരക്കിലാണ്, പല തരത്തിലുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ജോലിയിൽ പ്രശ്നങ്ങളും തർക്കങ്ങളും കോൺഫ്ലിക്ട്സും ഒക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. അവിടെ ഒരു മസ്കനായിട്ട് വീട് മാറണം. അതുകൊണ്ടാണ് വ ജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ എന്ന് പറഞ്ഞത്, ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞത്. ആ സക്കീനത്തുള്ള വീടായിട്ട് വീട് മാറണമെങ്കിൽ ഭാര്യ സ്വബറ് കീപ്പ് ചെയ്തേ പറ്റൂ, ടോളറൻസ് വേണം. അപ്പോഴാണ് അവൾക്ക് സ്വർഗം കിട്ടുക. എരുതിക്ക് എണ്ണ ഒഴിക്കുന്ന രൂപത്തിൽ പെണ്ണൊരിക്കലും പെരുമാറാൻ പാടില്ല. അതുകൊണ്ടായിരിക്കണം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയത്, ഇദാ നളറ ഇലൈഹ സർറത്തുക, നീ അവളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവൾ നിനക്ക് എന്ത് നൽകണം? സന്തോഷം നൽകണം. അപ്പോൾ സന്തോഷം നൽകുക എന്ന് പറഞ്ഞാൽ നല്ല വേഷവിധാനം, നല്ല സംസാരം, നല്ല സാമീപ്യം, നല്ല ഇടപെടൽ, നല്ല ബോഡി ലാംഗ്വേജ്. ചില സഹോദരിമാരെങ്കിലും ഭർത്താക്കന്മാരോട് വിരൽ ചൂണ്ടി വളരെ പരുഷമായി സംസാരിക്കുന്നവരുണ്ട്. അത് തീവ്രത കൊണ്ട് പറഞ്ഞു പോവാണ്. പക്ഷെ ആ സംസാരം വിരൽ ചൂണ്ടി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പുരുഷൻ്റെ ഈഗോ വർക്ക് ചെയ്യും. ഓളിന്നെ മുഖത്ത് നോക്കിയിട്ട് വിരൽ ചൂണ്ടി, ഒരു സഹോദരിയെക്കുറിച്ച് ഭർത്താവ് പറഞ്ഞത് ഓളിന്നെ അടിച്ചു, അതും ഞാൻ സഹിച്ചു എന്നാ. അയാളത് എൻ്റെ മുമ്പിൽ പറയുമ്പോൾ അയാളുടെ മാക്സിമമാണ് അത് ചെയ്തത്. പക്ഷെ ആ സഹോദരിയെ അടിക്കാനുള്ള കാരണം അയാൾ ഉണ്ടാക്കിയിട്ടുമുണ്ട്, അത് വേറെ വിഷയമാണ്. ഞാൻ പറയുന്നത് പാരസ്പര്യത്തിൽ നീങ്ങേണ്ട ഒരു സംഗതിയാണ് ദാമ്പത്യം. പ്രവാസികൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. കാരണം അവരുടെ ഭാര്യമാർ ഒരുപാട് കാര്യങ്ങൾ സഹിക്കുന്നവരാണ്. ഈ പ്രഷർ മുഴുവൻ അവർ തീർക്കുക മക്കളോടാണ്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഒന്ന് പറഞ്ഞത്, കുട്ടിയെ വളരെ മോശമായിട്ട് കുട്ടിയോട് സംസാരിച്ചപ്പോഴാ അവരുടെ ദേഷ്യം മുഴുവൻ മക്കളോടാണ് തീർക്കുന്നത്. മക്കളോട് വളരെ പരുഷമായിട്ടാണ് പെരുമാറുന്നത്. കാരണം ഭർത്താവിൽ നിന്ന് കിട്ടേണ്ട കാര്യം കിട്ടാതെ വരുമ്പോൾ
ഈ ഭാര്യയെ സംബന്ധിച്ചിടത്തോളം വേറെ ആരോടും അത് തീർക്കാൻ പറ്റില്ല. അപ്പോൾ മക്കളോട് തീർക്കുന്നു. മക്കൾക്ക് പോലും അറിയില്ല എന്തിനാണ് കിട്ടുന്നത്. അപ്പോൾ പരസ്പരം ഇൻ്റർ റിലേറ്റഡ് ആണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ പ്രവാസിയായ ഒരു സഹോദരി പാരൻറ്റിങ് ഏറ്റവും നല്ല രൂപത്തിൽ നിർവഹിക്കണമെങ്കിൽ അവൾ ബാലൻസ്ഡ് ആവണം, അവൾ നോർമൽ ആവണം, അവൾക്ക് മാനസികമായിട്ടുള്ള സന്തോഷം ഉണ്ടാവണം. ഈ സന്തോഷം കൊടുക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഭർത്താവിനുണ്ട്. അതെൻ്റെ ഡ്യൂട്ടിയാണെന്ന് ഭർത്താവ് മനസ്സിലാക്കിക്കൊണ്ട് അവളെ റിലീസ് ചെയ്യാനും റിലാക്സ് ചെയ്യാനും സമയം അനുവദിച്ചു കൊടുക്കുക എന്നുള്ളത്, ഫ്രീഡം കൊടുക്കുക എന്നുള്ളത്. ഫ്രീഡം എന്ന് പറയുമ്പോൾ പലപ്പോഴും ഭാര്യമാർക്കുള്ള പരാതി ഞങ്ങൾക്ക് വേണ്ടത്ര ഫ്രീഡം ഭർത്താക്കന്മാർ തരുന്നില്ല എന്നാണ്. അല്ലേ? നമ്മൾക്ക് ഫ്രീഡം ഉള്ളതുപോലെ തന്നെ അവർക്കും ഫ്രീഡം അവർ ആഗ്രഹിക്കുന്നുണ്ട്. അത് കൊടുക്കാൻ പുരുഷന്മാരായ നമ്മൾക്ക് വലിയ മടിയാണ്. കാരണം നമ്മൾ പേടിക്കുകയാണ് അവർക്ക് കൂടുതൽ ഫ്രീഡം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ പരമസ്വതന്ത്രരാവുമോ. എന്നാൽ സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ട് തന്നെ സ്നേഹിച്ചുകൊണ്ട് അവരെ ഡീൽ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഭർത്താവ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം. ഇപ്പോൾ ഈ ഫ്രീഡത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം കൂടിയാണ് ഈ ഫ്രീഡം എന്ന് പറയുന്നത്. അവിടെ ചില ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന ചില എന്താ പറയുക പരിധികളുണ്ട് അല്ലേ? ആ പരിധിക്കകത്ത് നിന്നുള്ള സ്വാതന്ത്ര്യമാണ് സ്ത്രീ എന്നല്ല പുരുഷനാണെങ്കിലും ആർക്കാണെങ്കിലും കിട്ടേണ്ട സ്വാതന്ത്ര്യം ആ പരിധിക്കുള്ളിലാണ്. ഇപ്പോൾ ഭക്ഷണത്തിൽ നമുക്കൊരു പരിധി വെച്ചിട്ടുണ്ട് അല്ലേ? അത് ആണിനെന്നോ പെണ്ണിനെന്നോ വ്യത്യാസമില്ലല്ലോ, എല്ലാവർക്കും ഒരേ രൂപത്തിലാണ്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ വിഭാഗത്തിനും കിട്ടേണ്ട പരിധികളും പരിമിതികളും ഇസ്ലാം വെച്ചതുള്ളത്, അവസരങ്ങളും അതുപോലെ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ ഫ്രീഡത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഒരു സഹോദരി അവൾക്ക് കിട്ടേണ്ട ഫ്രീഡമാണ് ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട ഫ്രീഡം എന്നുള്ളത് അല്ലേ? ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ട എല്ലാ കാര്യങ്ങളും അത് ഭർത്താവിൽ നിന്ന് മാത്രമേ അവൾക്ക് കിട്ടൂ, അത് വേറൊരാൾക്ക് കിട്ടാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അപ്പം അതുപോലുള്ള ചില കാര്യങ്ങളില്ലേ ഇപ്പോൾ ഒരു ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കിട്ടേണ്ടത്, കുടുംബങ്ങളിൽ നിന്ന് കിട്ടേണ്ടത്, ഇതൊക്കെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് പ്രവാസ ലോകത്ത് ഭർത്താവ് ജീവിക്കുന്ന ഒരു ഭാര്യയെ സംബന്ധിച്ച് നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ സ്ട്രെസ്സുകളൊക്കെ റിലീസ് ചെയ്യുക കൂടെയുള്ള മക്കളോടിരിക്കും. ബാക്കിയുള്ളവരോടൊന്നും ചെയ്യാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിലെ വേറെ ആരോടെങ്കിലുമൊക്കെ ഉള്ള ദേഷ്യം പോലും മക്കളിൽ നിന്നാണ്. അത് മനുഷ്യരുടെ പ്രകൃതമാണ്. ഇപ്പോൾ എൻ്റെ ഒരു ദേഷ്യം ഞാൻ ഏറ്റവും പെട്ടെന്ന് അത് റിലീസ് ചെയ്യാൻ ശ്രമിക്കുക എൻ്റെ വീട്ടിലാണ് അല്ലേ? അത് അവർക്കൊരു പക്ഷേ അതിലൊരു റോളുണ്ടാവണമെന്നില്ല. അപ്പം ഇതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന സഹോദരന്മാർ അനുഭവിക്കുന്നു, സഹോദരിമാർ ഇവിടെയും അനുഭവിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ കൂടെ. അതിൽ പ്രധാനപ്പെട്ട വേറെയും ഒരുപാട് ഇഷ്യൂകൾ നമുക്ക് പരിഹരിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഓരോന്നൊക്കെ പറയണമെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഒരു വലിയ സ്വാധീനം നടത്തുന്ന ഒരു മേഖല സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. പണ്ട് കാലത്തുള്ള സാഹചര്യമല്ല ഇന്നുള്ളത്. എല്ലാ കാര്യങ്ങളും ഓപ്പണാണ്. നീ ഹൈഡ് ചെയ്യാൻ വിചാരിച്ചാൽ പോലും ഹൈഡ് ചെയ്യാൻ ആരും അനുവദിക്കില്ല. അത്രമാത്രം ചർച്ച ഓപ്പണായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം തുറന്ന് ഏത് സമയവും സ്ത്രീകൾ കാണുന്നുണ്ട്. ഭർത്താവ് കാണണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമല്ല, ഭാര്യമാർ കാണുന്നുണ്ട്. അപ്പോൾ കാണുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്യാണ് ഞങ്ങൾ സർവ്വസ്വതന്ത്രരാകുന്നുണ്ട്, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കുന്ന ഒരുപാട് സ്ത്രീകൾ ഇവിടെ ഉണ്ട്. അവർ നല്ല സമാധാനത്തോടു കൂടി ജീവിക്കുകയാണെന്നാണ് അവരുടെ ധാരണ. എന്നാൽ പൂർണ്ണമായ സ്വാതന്ത്ര്യമില്ലാതെ സ്വാതന്ത്ര്യം അനുഭവിച്ചുകൊണ്ട് തന്നെ എന്നാൽ അതിൻ്റെ പരിമിതികളിൽ കൂടി ജീവിക്കുന്ന സഹോദരിമാരാണ് ഏറ്റവും നന്നായിട്ട് ആസ്വദിക്കുന്നത്. അതല്ല എന്ന് വരുത്തി തീർക്കാനാണ് മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ അവർ ചോദിക്കുന്നത്, ഹിജാബ് ധരിക്കുന്ന ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണ് പറയുന്നു ഞങ്ങൾ ഹിജാബിൽ സുരക്ഷിതരാണ്, സന്തോഷവതികളാണ്, ഞങ്ങൾക്ക് സമാധാനമുണ്ട്. എന്നാൽ ഇത് കാണുന്ന നിങ്ങൾക്കാണ് പ്രശ്നങ്ങളുള്ളത്. സ്ത്രീകൾക്കത് പ്രശ്നമല്ല. കാരണം ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾ അവർ പാലിക്കുമ്പോൾ അതവർക്ക് നൽകുന്ന ഒരു സുരക്ഷിതത്വ ബോധവും സ്വാതന്ത്ര്യവും വളരെ വലുതാണ് അല്ലേ? അവർ സുരക്ഷിതരാവാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള എല്ലാ നിയമങ്ങളും ഇസ്ലാം വെച്ചിരിക്കുന്നത്. കാരണം ഒരു പുരുഷൻ്റെ കണ്ണ് അല്ലെങ്കിൽ പുരുഷൻ്റെ നയനങ്ങൾ അതൊരു പെണ്ണിൽ ഉടക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവളുടെ ശരീരത്തിൻ്റെ സൗന്ദര്യം ദർശിക്കുമ്പോൾ അത് അവനിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും. അത് അള്ളാഹു സുബ്ഹാനഹു തആല മനുഷ്യനെ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതുകൊണ്ടാണ് അത് പൂർണ്ണമായി സംരക്ഷിക്കണം അല്ലെങ്കിൽ ആ രൂപത്തിൽ മെയിൻറ്റെയിൻ ചെയ്യണം എന്ന് കൽപ്പിക്കുന്നത്. അതിൽ അവർക്ക് ഒരു പ്രയാസം ഉണ്ടാവുന്നില്ല. പക്ഷെ അത് കാണുന്ന ആളുകൾക്കാണ് അത് ഏറ്റവും കൂടുതൽ അരോചകമായി ഫീൽ ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് അതിൽ
പറയാനുള്ളത്. ഓക്കെ. ഇപ്പോൾ അതുപോലെ ഇപ്പോൾ നമ്മൾ ഈ പ്രവാസ ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ തന്നെ, അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളും അവരുടെ ലൈഫ് സ്റ്റൈലുകളും അവരുടെ കുടുംബങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പോൾ, ഇപ്പോൾ ഈ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ അമിതമായ താല്പര്യവും അതിന് എത്ര സമ്പത്തും ചിലവഴിക്കാൻ അവർ സന്നദ്ധരാവാറുണ്ട്. പക്ഷേ ആ മക്കൾക്ക് ഇപ്പോൾ വിദ്യാഭ്യാസത്തിന് വേണ്ടി ക്യാഷ് ഒരുപാട് ചിലവഴിക്കുന്നു. പക്ഷെ മക്കൾക്ക് കിട്ടേണ്ട എല്ലാ പരിഗണനയും പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകളുടെ അടുത്ത് കിട്ടാറുണ്ടോ? അവിടെ പ്രവാസികളായ ഉമ്മയാവട്ടെ അല്ലെങ്കിൽ ഉപ്പയാവട്ടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി ഒരു വിഷയത്തിനോട് ചേർത്ത് നമ്മൾ പറയേണ്ടതില്ലേ? വലിയ വിഷയമാണ്. റിമോട്ട് പാരൻറ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ റിമോട്ട് പാരൻറ്റിംഗ് തന്നെ ഇഫക്റ്റീവ് അല്ല. ചില സഹോദരന്മാരോട് സംസാരിക്കുമ്പോൾ, ഞാൻ കൗൺസിലിങ്ങിൽ വരുമ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങളുടെ മക്കളുമായിട്ട് ഉപ്പയോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങളെ മകളോട് നിങ്ങൾ സംസാരിക്കാറുണ്ടോ, മകനോട് സംസാരിക്കാറുണ്ടോ? അപ്പോൾ അവർ പറയാണ് സംസാരം കുറവാണ്. എന്താ കാരണം? കാരണം എനിക്ക് എൻ്റെ മക്കളോട് സംസാരിക്കാൻ കിട്ടുന്ന സമയം, ആ ഒരു ഒഴിവ് സമയം അവർ ഉറക്കിലായിരിക്കും, അല്ലെങ്കിൽ നാട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരെ നമുക്ക് കിട്ടില്ല. ഇനി കിട്ടുന്ന സമയം തന്നെ വളരെ പരിമിതമായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു വൈഡ് ഗ്യാപ്പ് ഉണ്ടാവുന്നുണ്ട്. പാരൻസ്, പ്രത്യേകിച്ച് പുരുഷന്മാരും ഉപ്പമാരും മക്കളും തമ്മിലൊരു വലിയ ഗ്യാപ്പ് അവിടെ പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഈ ഗ്യാപ്പ് ഈ പാരൻറ്റിങ് പ്രോബ്ലമാണ് അല്ലേ? ഉമ്മ മാത്രം പാരൻ്റ് ചെയ്യുന്നതും ഉമ്മയും ഉപ്പയും ഒന്നിച്ച് രക്ഷാകർതൃത്വം നിർവഹിക്കുന്ന വലിയ അന്തരമുണ്ട്. ഒരു ഉപ്പയിൽ നിന്ന് കിട്ടേണ്ട സാരോപദേശങ്ങൾ, നിർദ്ദേശങ്ങൾ, കമ്മ്യൂണിക്കേഷൻ, അത് നമ്മൾ നിർവഹിക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാവുന്ന ഒരു സുരക്ഷിതത്വ ബോധം, തെറ്റിൽ നിന്ന് മുക്തമാവാനുള്ള താല്പര്യം, ഇതൊക്കെ വലിയ ഒരനുഭവമാണ്. എന്നാൽ വൺ സൈഡഡ് ട്രാഫിക് പോലെ ആയിരിക്കും ഉമ്മ മാത്രം ഡീൽ ചെയ്യുമ്പോൾ സംഭവിക്കുക. ജീവിതത്തിൽ ഒരു ക്രൈസിസ് ഒരു പുരുഷനുണ്ടാവുന്നതും സ്ത്രീക്കുണ്ടാവുന്നതും രണ്ട് രൂപത്തിലാണ്. നമ്മൾ സാമൂഹ്യമായി കൂടുതൽ പ്രതിബദ്ധതയും ഇൻട്രാക്ഷൻസും കൂടുതലുള്ളതുകൊണ്ട് ഒരു വിഷയത്തെ അപഗ്രഥിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ആംഗിളിൽ കൂടി നമ്മൾ അപഗ്രഥന നടത്തും. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലിമിറ്റഡായ ഒരു സ്പേസാണുള്ളത്. അത് അവരെ കുറ്റപ്പെടുത്തല്ല, അവർ ഹോം സെൻറ്റേഡ് ആയതുകൊണ്ട് തന്നെ അവർ മക്കളുമായിട്ടും ആ വീടുമായിട്ടും ചുറ്റിപ്പറ്റി ജീവിക്കുന്നത് കൊണ്ട് വൈഡ് ആംഗിളിൽ കൂടി വൈഡ് നോളജ്, പൊതു വിജ്ഞാനം അവർക്ക് കുറവായിരിക്കും. ഇപ്പോൾ പത്രവായന തന്നെ നോക്കൂ നിങ്ങൾ, സ്ത്രീകൾ പത്രം വായിക്കുന്ന പെൺകുട്ടികളുടെ എണ്ണം വളരെ കുറവാണ്, അല്ലെങ്കിൽ പൊതുവിജ്ഞാനമുള്ളവരുടെ എണ്ണം കുറവാണ്. എന്നാൽ ആണുങ്ങൾ അത്തരം വിഷയങ്ങളിൽ കൂടുതൽ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളെ സംബന്ധിച്ചും ശരിയായിട്ടുള്ള ഒരു അവയർനെസ്, അവബോധം കൊടുക്കാൻ പുരുഷന് സാധിക്കുന്ന അത്ര ഒരു സ്ത്രീക്ക് സാധിക്കില്ല. അപ്പോൾ ഇത് രണ്ടുപേരും പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഒരു നല്ല ധാരണയിൽ മക്കളോട് ഇൻട്രാക്ട് ചെയ്യാൻ പ്രവാസി സമയം കണ്ടെത്തിയേ പറ്റൂ. ഇത് കണ്ടെത്താതെ വാരിക്കോരി പൈസ കൊടുത്തതുകൊണ്ടോ ക്യാപിറ്റേഷൻ നൽകി വലിയ സ്ഥാപനത്തിൽ ചേർത്തിയതുകൊണ്ടോ ഒരു കുട്ടിയും നല്ല വിദ്യാഭ്യാസം സമാഹരിക്കൂല. ഇന്ന് പല പ്രവാസികൾക്കും സംഭവിക്കുന്ന ഏറ്റവും വലിയ അബദ്ധം, അവർ വാരിക്കോരി കൊടുക്കും, ചോദിക്കുന്ന മുഴുവൻ വാങ്ങിക്കൊടുക്കും. പക്ഷേ ധാർമ്മികമായ പാഠങ്ങൾ, ധാർമ്മികമായ ശിക്ഷണം, ക്യാരക്ടർ ഫോർമേഷൻ, അതുപോലെ ഒരു പാരൻറ്റിനോട് പാലിക്കേണ്ട മര്യാദകൾ, ഇതൊക്കെ ഘട്ടം ഘട്ടമായിട്ട് ഗ്രാജുവലായിട്ട് കൊടുക്കേണ്ട സമയത്ത് നല്ല രൂപത്തിൽ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഒരു ഉപ്പക്കുണ്ട്. അത് കൊടുക്കാതെ പോയിട്ടുണ്ടെങ്കിൽ 20-30 വയസ്സായിട്ട് കൊടുത്തിട്ട് കാര്യമല്ല അല്ലേ? ചെറുപ്പത്തിൽ തന്നെ കിട്ടേണ്ട കാര്യം ചെറുപ്പത്തിൽ തന്നെ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ അതിനുള്ള ഒരു പാരൻറ്റിങ് പ്ലാന് പ്രവാസികൾ റിമോട്ട് പാരൻറ്റിങ് ആണ് നിർവഹിക്കുന്നതെങ്കിൽ പോലും അത് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബോധപൂർവമായ ചില ഇടപെടലുകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും. പ്രത്യേകിച്ച് മക്കളുടെ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, മക്കളെ വളർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ കാര്യത്തിൽ, അവർക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുന്നതിൻ്റെ കാര്യത്തിലൊക്കെ എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഞങ്ങളിവിടെ അവർക്ക് വേണ്ടി ഉരുകി ഒലിക്കുന്നു. മെഴുകുതിരികൾ ഉരുകുന്നതിനേക്കാൾ ചില രക്ഷിതാക്കളൊക്കെ പാരൻസ് മീറ്റിങ്ങിന് വന്നിട്ട് പറയാറുള്ളത്, ഇപ്പോൾ എൻ്റെ മുന്നിൽ ഇത് പറയുമ്പോഴുള്ളൊരു അനുഭവമുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ഭാര്യയും അതുപോലെ ഭർത്താവും ഒരു മോനാണുള്ളത്, 2 പെൺമക്കളാണ്. അപ്പം അദ്ദേഹം അന്ന് പറയുന്നൊരു കാര്യം, സാറേ ഞാൻ 19 വർഷമായി വിദേശത്താണ് ജോലി ചെയ്യുന്നത്. ഞാൻ അവിടെ ഒരു ഫുഡ് ഉണ്ടാക്കുന്ന കമ്പനിയിലാണ് ജോലി ചെയ്യണത്. എൻ്റെ ഈ നിറമായിരുന്നില്ല ഞാൻ ആദ്യം ഉണ്ടായിരുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പഴയ ഒരു ഫോട്ടോ അദ്ദേഹം അന്ന് പോക്കറ്റിൽ കൊണ്ടുവന്നത് എനിക്ക് കാണിച്ചു തരാണ്. ഞാനാണ് ഈ രൂപത്തിലായത്. അതിൽ വളരെ സുമുഖനായൊരു വ്യക്തി, അദ്ദേഹത്തിൻ്റെ ജോലി. അപ്പോൾ അദ്ദേഹം പിന്നീട് പറയണൊരു കാര്യം,
ഞങ്ങളുടെ വർക്ക് ടൈം എന്ന് പറയുന്നത് 12 hours 12 മണിക്കൂറാണ്. പക്ഷേ നാട്ടിലേക്ക് എത്രയും നേരത്തെ വരാൻ വേണ്ടിയിട്ട് അത് അവിടെ പരമാവധി സമയം ജോലി ചെയ്യാൻ സന്നദ്ധനായിക്കൊണ്ട് 2-3 മണിക്കൂറൊക്കെ എക്സ്ട്രാ സമയമെടുക്കും. ചൂടുള്ള ഈ മെഷീനറിയുമായിട്ട് മല്ലിട്ടുകൊണ്ടാണ് ഇവരൊക്കെ ഒരു പരിധിയിലേക്ക് എത്തി ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താനും ഇവരൊക്കെ ഒന്ന് സുഖമായി ജീവിക്കുന്നത് കാണുമ്പോൾ നാട്ടിലേക്ക് തിരിച്ചു വരാമെന്നൊക്കെയാണ്. പക്ഷേ ഇവർക്ക് കിട്ടുന്ന മാർക്കാണല്ലത്. ഒരു സൗകര്യവും ഞങ്ങൾ കുറവ് വരുത്താറില്ല. ഇവർ ചോദിക്കുന്നത് എന്താണോ അതൊക്കെ നമ്മൾ നിർവഹിക്കാറുണ്ടെന്നാണ്. അപ്പോൾ അവിടെ അദ്ദേഹത്തെ ഇതുപോലുള്ള ഒരുപാട് ഒരു അനുഭവം മാത്രമൊന്നുമല്ല, ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ പലപ്പോഴും പ്രവാസി സുഹൃത്തുക്കൾ നമുക്ക് കേൾക്കാറുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ പല പ്രവാസി സുഹൃത്തുക്കളും മനസ്സിലാക്കുന്നത് പാരൻറ്റിങ് എന്നത് മക്കൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ഓൺ സ്പോട്ടിൽ നിർവഹിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. അതിനെത്ര കാശ് ചിലവാക്കാനും അവർ സന്നദ്ധരാണ്. ശരിക്കും അതൊരു ശരിയായ തീരുമാനമാണോ? അല്ല, അതാണ് ഇവിടുത്തെ വലിയ അബദ്ധം. അതായത് ഒരു കാലത്ത് ഏതൊരു കാര്യം നമ്മളോട് കുട്ടികൾ ചോദിക്കുമ്പോഴും അത് കയ്യിലുണ്ടെങ്കിൽ പോലും സമയം എടുത്തിട്ട് ഒരാഴ്ച 2 ആഴ്ച 1 മാസമൊക്കെ കഴിഞ്ഞിട്ടേ കിട്ടിയിരുന്നുള്ളൂ. ഇന്ന് ഇൻസ്റ്റൻറ്റ് ഗ്രാറ്റിഫിക്കേഷനാണ്. ഒരു കാര്യം ചോദിച്ചാൽ ഉടനെ ജവാബ് കിട്ടണം, പെട്ടെന്ന് അത് തീരുമാനമാവണം. അല്ലെങ്കിൽ കുട്ടികൾ ഒരു മൊബൈൽ കിട്ടാത്തതിന്, ഒരു കാൽക്കുലേറ്റർ കിട്ടാത്തതിന്, മറ്റേ കാര്യം കിട്ടാത്തതിന് ആത്മഹത്യ ചെയ്യുന്ന പ്രവണത എന്തുകൊണ്ടുണ്ടായി? പാരൻറ്റിങ്ങിൽ വന്ന മിസ്റ്റേക്കാണ്. പെർമിസീവ് പാരൻറ്റിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. ചോദിക്കുന്നത് മുഴുവൻ വാങ്ങിക്കൊടുത്തുകൊണ്ടുള്ള ഒരു പാരൻറ്റിങ്. ശരിക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ ആ പ്രയാസം അനുഭവിക്കുമ്പോൾ സുഖത്തിൻ്റെ ആ മാധുര്യം നമ്മൾ അനുഭവിക്കും. എന്നാൽ സുഖം മാത്രം കുട്ടികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പ് ആൻഡ് ഡൗൺസ് ഓഫ് ലൈഫ് എന്ന് പറയും. ജീവിതത്തിൽ താഴ്ചയും ഉയർച്ചയും ഉണ്ട്. ഈ 2 സാഹചര്യവും നമ്മൾ ഓവർകം ചെയ്യാൻ ചെറുപ്പം തൊട്ട് കുട്ടികളെ പ്രാപ്തമാക്കിയേ പറ്റൂ അല്ലേ? നമ്മുടെയൊക്കെ പാരൻസ് ആ രൂപത്തിൽ തന്നെയാണ് പാരൻ്റ് ചെയ്തത്. അതുകൊണ്ടാണ് ഒരു പ്രായമെത്തിയപ്പോൾ നമുക്ക് ആ ഒരു തിരിച്ചറിവുണ്ടായത്. അപ്പോൾ കുട്ടികൾക്ക് തിരിച്ചറിവ് ഉണ്ടാക്കേണ്ട ഭാരിച്ച ഉത്തരവാദിത്തം പാരൻസിനാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, പ്ലാനിങ് രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വേണം. ഇത് ഉഭയകക്ഷി ബന്ധം നന്നാക്കിക്കൊണ്ട് ഉമ്മയും ഉപ്പയും കൂടിയാലോചനയിൽ കൂടി നിലവിലുള്ള സാധ്യത എന്ത്, സാഹചര്യം എന്ത്, നമ്മുടെ വരുമാനം എന്ത്, നമ്മളുടെ ഇരിപ്പിടം എവിടെയാണ്, ഇതൊക്കെ സ്വയം റിയലൈസ് ചെയ്യണം. ലക്ഷ്യബോധം വേണം. പാരൻസിന് ലക്ഷ്യമില്ല എങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. ഭാരിച്ച സംഖ്യ നമ്മൾ അയച്ചു കൊടുത്തുകൊണ്ട് ലക്ഷ്യം ഉണ്ടാവില്ല. പലപ്പോഴും ഈ പ്രവാസികളിൽ വരുന്ന വലിയ അബദ്ധം, അവർ 20-30 ഒക്കെ ലക്ഷം ഉപയോഗപ്പെടുത്തിയിട്ട് വിദേശ സർവകലാശാലകളിൽ കുട്ടികളെ കോഴ്സിന് പറഞ്ഞേക്കാണ്. കുട്ടികളവിടെ പോയിട്ട് ആ കോഴ്സ് പോലും പൂർത്തിയാക്കാതെ വല്ല എഫ്ഐആറിലൊക്കെ പെട്ട് തിരിച്ചു പോരുന്നു. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഈ വാങ്ങുന്ന പൈസയുടെ മൂല്യം കുട്ടിക്കറിയില്ല. കാരണം ഉപ്പ കഠിനാധ്വാനം ചെയ്ത് 20-30 വർഷം കൊണ്ട് ഉണ്ടാക്കിയ ലക്ഷക്കണക്കിന് രൂപ ഒരു സുപ്രഭാതത്തിൽ ഒരു ക്യാപിറ്റേഷനായിട്ട് ഒരു കോഴ്സിന് നൽകുകയാണ്. ആ കോഴ്സിന് 20 ലക്ഷം രൂപ എങ്ങനെ കിട്ടി എന്ന്, അതിൻ്റെ അധ്വാനത്തിൻ്റെ മൂല്യം കുട്ടിക്കറിയില്ല. അപ്പോൾ കുട്ടി അത് നഷ്ടപ്പെടുത്തും, ഏതെങ്കിലും പ്രണയത്തിൽ പോയി ചാടും. എന്നാൽ ഈ പൈസ ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി എനിക്ക് ഇത്ര അധ്വാനം വന്നിട്ടുണ്ട് എന്ന് കുട്ടി അത് അനുഭവിക്കണം. ആ അനുഭവിക്കുന്ന രൂപത്തിലുള്ള പാഠങ്ങൾ, അനുഭവങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണം. അപ്പോൾ ചോദിക്കുന്ന പൈസ മുഴുവൻ വാരിക്കോരി കൊടുക്കരുത്. ആ കൊടുത്തതാണ് നമ്മൾ ചെയ്ത ഏറ്റവും വലിയ അക്രമം. അതുകൊണ്ട് കുട്ടികൾക്ക് ഒന്നിനും വാല്യൂ ഇല്ല അല്ലേ? ഇപ്പോൾ പോക്കറ്റ് മണിയായിട്ട് ഇന്ന് കുട്ടികളുടെ കയ്യിൽ എത്ര കിട്ടുന്നത്? നമ്മൾ എത്ര വാങ്ങിയിരുന്നത്? ഇന്ന് ATMൻ്റെ കാർഡ് ആരുടെ കയ്യിലാണ്? പല ഉമ്മമാരും കുട്ടികളെ പേടിക്കുകയാണ്. ഡ്രഗ് അബ്യൂസിലേക്ക് കുട്ടികൾ പോകുന്നത് എന്തുകൊണ്ടാണ്? പൈസ കിട്ടിയതുകൊണ്ടാണ്. ഇനി കുട്ടികൾക്ക് കിട്ടിയിട്ടില്ല എങ്കിലും കുട്ടികൾ കിട്ടുന്ന മാർഗങ്ങൾ അന്വേഷിക്കുകയാണ്, കാരിയേഴ്സായി മാറുകയാണ്. ഇവിടെ ധാർമ്മിക ശിക്ഷണം കൊടുക്കുക എന്നുള്ളത് ഒരു രക്ഷിതാവിൻ്റെ ബാധ്യതയാണ്. ആ ബാധ്യത നിർവഹിക്കാത്ത കാലത്തോളം ഇത് പരാജയപ്പെടും. ധാർമ്മിക ശിക്ഷണം എന്നുള്ളത് ഒരു ദിവസം ചെയ്യേണ്ട കാര്യമല്ല. ഉപദേശങ്ങൾ എന്നുള്ളത് നിരന്തരം ലഭിച്ചുകൊണ്ടിരിക്കേണ്ടതാണ്. അതുകൊണ്ടാണ് വെള്ളിയാഴ്ച ഖുത്തുബ അല്ലേ? മനസ്സ് എന്നുള്ളത് ഖല്ലബ യുഖല്ലിബു, ഇളകി മറയുന്നതാണ്, മാറി മറയുന്നതാണ്. നല്ല സംസാരങ്ങളും നല്ല ഉപദേശങ്ങളും നമുക്ക് കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് മാറാനുള്ള ത്വര ഉണ്ടാവും. അത് നിർത്തിവെക്കപ്പെട്ടാൽ സ്വാഭാവികമായിട്ട് വമാ ഉപരിഉ നഫ്സി ഇന്ന നഫ്സല അമ്മാറത്തും ബിസ്സു, മനുഷ്യൻ്റെ മനസ്സ് നിരന്തരം തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതാണ്. അത് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ കുട്ടികളുടേതും നമ്മുടേതും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് നിരന്തരം നന്മ പ്രചരിക്കുന്ന അത്തരം സാന്നിധ്യമുള്ള നല്ല സഹവാസങ്ങളും നല്ല കമ്പനിയും കുട്ടിക്ക് വേണം.
നമുക്കും വേണം, നല്ല വായന വേണം, നല്ല കേൾവി വേണം, വിശുദ്ധ ഖുർആൻ പഠനം നടത്തണം, ഹദീസ് ക്ലാസ്സുകൾ കേൾക്കണം. ഇങ്ങനെ ഇസ്ലാമികമായ മൂല്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ മക്കൾ വളരണം. ബോധപൂർവം ചെറുപ്പകാലത്ത് നമ്മളതിന് ശ്രമം നടത്തി കഴിഞ്ഞാൽ കുറച്ച് മുതിരുമ്പോൾ കുട്ടികൾ തിരിച്ചു വരും. ഇനി അല്പം തെറ്റിപ്പോയാൽ പോലും ഉറപ്പാണ്. കാരണം എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് നൽകിയ ശിക്ഷണത്തെ സംബന്ധിച്ച് വ്യക്തമായ ബോധം കിട്ടുന്ന ഒരു പ്രായം കുട്ടികൾക്കുണ്ട്. അപ്പോൾ അവർ തിരിച്ചു വരും. അത് കൊടുക്കുക എന്നുള്ള ഭാരിച്ച ഉത്തരവാദിത്തമാണ് ഒരു രക്ഷിതാവിനുള്ളത്. അത് കൊടുക്കാതെ പിന്നെ ദുർന്യായങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോന്നിനും കതിറിന് വളം വെച്ചിട്ട് കാര്യമില്ല എന്ന് പറയില്ലേ, അത് നേരത്തെ ചെയ്യേണ്ടതാണ്. അപ്പോൾ മദ്രസ വിദ്യാഭ്യാസം, ധാർമ്മിക വിദ്യാഭ്യാസം, അതൊക്കെ നമ്മളിപ്പോൾ ഓൺലൈനിലേക്ക് മാറ്റി അല്ലേ. ഫിസിക്കൽ പ്രസൻസോടുകൂടി ഒരു അധ്യാപകനിൽ നിന്ന് കിട്ടേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ കുട്ടിക്ക് ബാല്യകാലത്ത് കിട്ടേണ്ടത് കിട്ടിയിട്ടില്ല എങ്കിൽ കുട്ടികൾ നാശമാവും, വേറെ എവിടെയും പോകണ്ട. കാരണം അത്രമാത്രം അതിപ്രസരമാണ് സോഷ്യൽ മീഡിയ രംഗത്ത് കൂടി യുക്തിവാദത്തിലേക്കും നാസ്തികവാദത്തിലേക്കും അരാജകത്വത്തിലേക്കും കൊണ്ടുപോകാൻ വേണ്ടി നടന്നുകൊണ്ടിരിക്കുന്നത്. മറുഭാഗത്ത് നമ്മുടെ പ്രതിരോധം വളരെ കുറവാണ്. ഇതാണ് ഇന്ന് നടക്കുന്ന അപജയത്തിൻ്റെ മൂലകാരണം. യെസ്. അപ്പോൾ പ്രവാസ ലോകത്തുള്ള ആളുകളെ സംബന്ധിച്ച് അവർ വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള പാരൻറ്റിങ് നടത്തുമ്പോൾ മക്കൾക്ക് കിട്ടേണ്ട കാര്യങ്ങൾ, ധാർമ്മികമായി കിട്ടേണ്ട കാര്യങ്ങൾ, ഭൗതികമായി കിട്ടേണ്ട കാര്യങ്ങൾ ഒക്കെ കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുക. അവിടെ കുട്ടികൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങളെല്ലാം അതത് സമയത്ത് കൊടുക്കുക എന്നതല്ല ഒരു രക്ഷിതാവിൻ്റെ റോൾ എന്നതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. സർ, ഇതിപ്പോൾ നമ്മൾ പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ട അവരുടെ ജീവിത പ്രശ്നങ്ങളും അതിനുള്ള പരിഹാരങ്ങളുമാണ് നിർദ്ദേശിച്ചത്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഓരോ കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത്. ഈ ഒരു എപ്പിസോഡിൽ ഇനി നമ്മൾ ഫോക്കസ് ചെയ്ത് പറയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതുകൂടി പറഞ്ഞാൽ ഏതൊരാൾക്കും അത് ഏറെ ഉപകരിക്കുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. ഈ പ്രവാസികൾ അനുഭവിക്കുന്ന ഒരു വലിയ പ്രഷറാണ് പാരൻറ്റിങ് പ്രഷർ. പാരൻറ്റിങ് എന്നുള്ളത് ഒരു വലിയ വിഷയമാണ്. ഇന്ന് നമ്മൾ നേരിടുന്ന പല പ്രതിസന്ധികളുടെയും റൂട്ട് കോസ് പാരൻറ്റിങ് തകരാറുകളാണ്. അപ്പോൾ പാരൻറ്റിങ് ശാസ്ത്രീയമായി നൽകപ്പെടണം. അത് വിവാഹത്തിന് മുമ്പ് തന്നെ അതിനെ സംബന്ധിച്ചുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുക്കണം. ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു പുതിയ വീട്ടിലേക്ക് പെൺകുട്ടികൾ കല്യാണം കഴിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അവിടെ വരാൻ പോകുന്ന കാര്യങ്ങൾ എന്ത് എന്നുള്ള ഒരു ഫോർകാസ്റ്റിംഗ് മൈൻഡ്, അതിനുള്ള ഒരു തർബീയത്ത്, അതിനുള്ള മുന്നൊരുക്കം, മാനസികമായ തയ്യാറെടുപ്പ്, ഒരു എടുത്തുചാട്ടമായിട്ട് വിവാഹം മാറരുത്. പെട്ടെന്ന് കുട്ടികൾ ഉണ്ടാവുകയാണ്. ആ കുട്ടികൾ ഉണ്ടാവുന്ന ഘട്ടത്തിൽ പോലും കോൺഫ്ലിക്റ്റ് രൂപപ്പെടുകയാണ്. കാരണം മാനസികമായി തയ്യാറെടുപ്പ് നടത്താതെ ഒരു കുട്ടി ഡിഗ്രി സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗർഭിണിയാവുന്നു, അല്ലെങ്കിൽ തേർഡ് ഇയർ പഠിക്കുമ്പോൾ ഗർഭിണിയാവുന്നു. അവൾ പരീക്ഷയുടെ തലേ ദിവസമാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട സമയത്താണ് കല്യാണം നടക്കുന്നത്. സ്വാഭാവികമായിട്ട് അവരിൽ കോൺഫ്ലിക്റ്റ് ഉണ്ടാവുകയാണ്. കാരണം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല പെട്ടെന്ന് ഗർഭം ധരിക്കുമെന്ന് അല്ലേ. അപ്പോൾ നമ്മൾ ഒരു കാഴ്ചപ്പാടില്ല നമ്മുടെ കമ്മ്യൂണിറ്റിക്ക്. പഠിപ്പിച്ചോട്ടെ, പഠിപ്പിക്കുന്ന സമയത്ത് വിവാഹം നിശ്ചയിക്കുമ്പോൾ ഈ കുട്ടിയുടെ പരീക്ഷയുടെ തലേ ദിവസം വിവാഹം നിശ്ചയിക്കാതിരിക്കുക. അതായത് എല്ലാം പ്ലാൻ ചെയ്യാമല്ലോ നല്ല രൂപത്തിൽ, അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. പിന്നെ പല കാര്യങ്ങളും കുട്ടികളുമായിട്ട് മുഷാവറ ചെയ്യണം. നിർബന്ധത്തിന് വഴങ്ങിക്കൊണ്ട് കുട്ടികളെ വിവാഹത്തിലേക്ക് കൊണ്ടുവരരുത്. പ്രവാസികൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. പലരും പ്രണയത്തിലേക്ക് ചേക്കേറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ്? ഓരോന്നിനും ഓരോ സമയമുണ്ട്. അത് കുട്ടികളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. കുട്ടികൾക്ക് അറിവില്ല. കുട്ടികൾ കേൾക്കുന്നത് മുഴുവൻ സോഷ്യൽ മീഡിയയിൽ വിവാഹം നീട്ടിവെക്കുക, അതാണ് പരമസ്വാതന്ത്ര്യം എന്നാണ്. പക്ഷെ അതുണ്ടാക്കുന്ന പൊല്ലാപ്പ്, അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതവരുടെ വ്യക്തിത്വത്തിൽ ഉണ്ടാക്കുന്ന മുറിവുകൾ, അതിനെ സംബന്ധിച്ചുള്ള കൃത്യമായിട്ടുള്ള അവയർനെസ് കുട്ടികളോട് വളരെ നല്ല രൂപത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ലെങ്കിൽ കൗൺസിലറുടെ അടുത്ത് കൊണ്ടുവരാം. അത് കൗൺസിലിങ്ങിന് കേസ് ഇട്ടാനല്ല പറയുന്നത്. ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞാൽ കുട്ടികൾ അംഗീകരിക്കില്ല. പക്ഷേ മുതിർന്ന സ്കോളേഴ്സായിട്ടുള്ള, ടീച്ചേഴ്സായിട്ടുള്ള, വിവരമുള്ള ആളുകളുടെ അടുത്തെത്തുമ്പോൾ കുട്ടികൾ കേൾക്കും, മനസ്സിലാക്കും. അതിന് നമ്മൾ റോൾ മോഡലും ആവണം. നമ്മുടെ കുട്ടികൾ നമ്മൾ അംഗീകരിക്കാതിരിക്കാൻ ബേസിക് റീസൺ എന്താ? നമ്മൾ റോൾ മോഡലല്ല, മാതൃകാ ജീവിതം നമ്മൾ നയിക്കില്ല. നമ്മൾ പറയുന്ന അവർ കേൾക്കുന്നില്ല. കാരണം നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതും വ്യത്യസ്തമാണ്. അപ്പോൾ കുട്ടികൾക്ക് വൈവാഹിക ജീവിതത്തെ സംബന്ധിച്ചും സാമൂഹ്യ ജീവിതത്തെ സംബന്ധിച്ചും കുടുംബത്തിൻ്റെ പ്രാധാന്യമൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. വിദ്യാഭ്യാസ സിലബസിൽ കൂടി ഇതൊന്നും കിട്ടില്ല. ഫിസിക്സും കെമിസ്ട്രിയും ഒക്കെ നമ്മൾ ആവോളം പഠിപ്പിക്കുന്നുണ്ട്.
ഒരു ഫിസിക്സ് അധ്യാപകനും അയാളുടെ സിലബസിൽ നിന്നപ്പുറം ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നില്ല. കൊടുക്കുന്നവരില്ല എന്നല്ല ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ജീവിതം എന്ന സിലബസിന് വേണ്ടി കുട്ടികളെ പ്രാപ്തമാക്കുക എന്നുള്ളത് ഒരു പാരൻറ്റിൻ്റെ, ഒരു പ്രവാസിയുടെ ഭാരിച്ച ഉത്തരവാദിത്തമാണ്. നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി മക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള സമയം നമ്മൾ കണ്ടെത്തണം. പ്രവാസി നാട്ടിലെത്തിക്കഴിഞ്ഞാൽ അയാൾക്ക് തിരക്കാ, പല കുടുംബങ്ങളെയും സന്ദർശിക്കാൻ പലരുമായിട്ടുള്ള ഓഫേഴ്സ് ഉണ്ടായിരിക്കും. സ്വന്തം കുടുംബത്തിൻ്റെ കൂടെ, മക്കളുടെ കൂടെ ഒന്നിച്ച് സമയം ചിലവഴിച്ച് അല്ലേ, ഒരു വർഷത്തിലൊരു മാസം കിട്ടുക, ആ മാസം കിട്ടുന്നത് തന്നെ നാട്ടുകാർക്ക് വേണ്ടിയിട്ട് ഡിവോട്ട് ചെയ്യും. ഇതെത്ര മക്കൾ പരാതി പറയുന്നുണ്ട്, ഞങ്ങളുടെ വാപ്പയെ ഞങ്ങൾക്ക് കിട്ടില്ല, ഭാര്യ പറയുന്നു ഭർത്താവിനെ കിട്ടുന്നില്ല. ഇങ്ങനെ ഏകദേശം ഒരു റിട്ടയർമെൻറ്റ് ഏജ് ആകുമ്പോൾ എല്ലാം പേറിക്കൊണ്ട് തിരിച്ചു വരും. പ്രഷറുണ്ടാകും, ഷുഗറുണ്ടാകും, എല്ലാ ടെൻഷനും ഉണ്ടാവും. നാട്ടിലെത്തുമ്പോൾ ഭാര്യയ്ക്കും മക്കൾക്കും ഇയാളെ വേണ്ട. അപ്പോൾ ഒരു ദീർഘവീക്ഷണമില്ലാത്ത ജീവിതമാണ് അതിന് കാരണം. ഉപജീവനം കിട്ടാൻ വേണ്ടിയിട്ട് തന്നെയാണ് പോകുന്നത്, ഒരു സംശയമില്ല, അത് വേണം താനും. പക്ഷേ അത് എല്ലാവരെയും ബോധ്യപ്പെടുത്തേണ്ട ഭാരിച്ച ഉത്തരവാദിത്വം ഒരു രക്ഷിതാവിനുണ്ട് എന്നാണ് ഞാൻ സൂചിപ്പിച്ചതിൻ്റെ താല്പര്യം. വളരെയധികം ഉപകരിക്കുന്ന പോയിന്റുകളാണ് നിങ്ങൾ പറഞ്ഞത്. ഉപജീവനം തേടി അവസാനം കുടുംബമെല്ലാം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാവുന്നു എന്നൊരു പ്രവാസി ദീർഘവീക്ഷണത്തോട് കൂടിയിട്ട് നോക്കിക്കാണുകയും അതിനുള്ള പരിഹാരങ്ങൾ നമ്മൾ കണ്ടെത്തുകയും ചെയ്യണമെന്നുള്ളതാണ്. നല്ല ഇൻകം വരുന്ന സമയത്ത് അത് ചൂഷണം ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ടാവും. അവിടെ എൻ്റെ കുടുംബത്തിന് വേണ്ടി, എനിക്ക് വേണ്ടി, ഞാൻ നിർബന്ധമായി ചെയ്യേണ്ട ചില കാര്യങ്ങൾക്ക് വേണ്ടി എത്രത്തോളം ചെലവഴിക്കുന്നുണ്ട് എന്നൊരു കാര്യം കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്. അതിൽ സാർ ഒന്ന് ചേർക്കേണ്ടതുണ്ട്, നമ്മുടെ ആദർശ ബന്ധുക്കളും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ പ്രവാസികളെങ്ങനെ പിരിവിൻ്റെ ആളുകളാക്കി നമ്മൾ മാറ്റാൻ പാടില്ല. ഇപ്പോൾ പ്രവാസികളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഫീഡ്ബാക്കാണ്, സാധുക്കളെ അവർ ഇഷ്ടം പോലെ പൈസ കൊടുക്കുന്നവരാണ് അല്ലേ, എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നവരാണ് അല്ലേ. ഇപ്പോൾ ഒരു പിരിവ് കഴിഞ്ഞ് പോരുമ്പോഴേക്ക് അടുത്ത ടീം ചെല്ലുകയാണ് പിരിവിന് വേണ്ടി അല്ലേ. അവർ വന്ന് ചോദിക്കുമ്പോൾ കൊടുക്കാതിരിക്കില്ല, പക്ഷേ അവർ ഈ കൊടുക്കുന്ന സമയത്ത് അവരുടെ പല കാര്യങ്ങളും അവർ മാറ്റി വെക്കുകയാണ്. കാരണം ചെല്ലുന്ന ആളുകൾ നല്ല VIP ആയിരിക്കും. അതിപ്പോൾ നിങ്ങൾക്ക് ഒരു 1000-2000 റിയാൽ അത് തരാക്കാൻ പറ്റില്ലല്ലോ. അയാളെ പറഞ്ഞ് പ്രഷറൈസ് ചെയ്യാണ്. കാരണം സ്വാധീനിക്കുന്ന ആളുകൾ പോയിട്ടാണ് നിർബന്ധിക്കുകയാണ്. അത് പള്ളിക്കാവാം, മദ്രസക്കാവാം, പല സ്ഥാപനം, അതൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ നാട്ടിൽ സർക്കാർ ജോലിയുള്ള ആളുകളെ ഇതുപോലെ ആരെങ്കിലും പിരിവിന് സമീപിക്കാറുണ്ടോ? അവരെടുത്ത് ആരും ചെല്ലൂല, ചെന്നാൽ തന്നെ കിട്ടൂല. എന്നാൽ പ്രവാസി എന്നും എക്സ്പ്ലോയിറ്റേഷന് വിധേയമാവുന്നുണ്ട്. അപ്പോൾ അതിനൊരു കൺട്രോൾ വേണം അല്ലേ. അനങ്ങിയ നമ്മൾ അങ്ങോട്ട് വിടുകയാണ്. അവരെടുത്ത് എന്തോ വേണ്ട, അവർ ജീവിക്കുന്നുണ്ടോ? സങ്കടകരമായ അവസ്ഥ, അവർ ജീവിക്കുന്നില്ല. അവരുടെ അധ്വാനം മുഴുവൻ സമൂഹത്തിന് വേണ്ടിയിട്ട് കൊടുക്കുക, കുടുംബത്തിന് വേണ്ടി കൊടുക്കുക. അവസാനം അവർ ജീവിക്കാൻ മറന്നു പോവുകയാണ്. എന്നിട്ട് പിന്നെ അവരെ കുറ്റപ്പെടുത്തുക അല്ലേ. നേരത്തെ ഞാൻ പറഞ്ഞു 54 വയസ്സുള്ള ഒരു വ്യക്തി, അദ്ദേഹം ദീർഘകാലം 34 വർഷം ഗൾഫിൽ ജോലി ചെയ്തിട്ട് മക്കളെ, അതായത് പെൺകുട്ടികളെ കല്യാണം കഴിച്ചു വിടാൻ വേണ്ടിയിട്ടാണ് അയാൾ അധ്വാനിച്ചത് മുഴുവൻ. എന്നിട്ട് അവസാനം അയാൾ വീട്ടിൽ നിന്ന് പുറത്താണ്. ഇത്ര ക്രൂരമായി പെരുമാറുന്ന ചില കുടുംബങ്ങളുണ്ട്, ഉപ്പമാരുണ്ട്, ഉമ്മമാരുണ്ട്. അവർക്കെന്നും വേണ്ടത് എന്താണ്? കറവ പശുവാണ്. പ്രവാസികളെ നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ എനിക്ക് കാര്യമായിട്ട് പറയാനുള്ളത്. വളരെയധികം ചില വാക്കുകൾ കണ്ണീര് വരുത്തുന്ന വാക്കുകളാണ്. കാരണം അത് റിയാലിറ്റി ഉൾക്കൊണ്ടത് കൊണ്ടാണ് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പലപ്പോഴും പല ആളുകൾ വിദേശത്ത് പല ലക്ഷ്യങ്ങൾക്ക് വേണ്ടി പോയി, കളക്ഷനൊക്കെ വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുമ്പോൾ അവർ പറഞ്ഞ ചില അനുഭവങ്ങളുണ്ട്. നമ്മൾ അവിടേക്ക് കളക്ഷനൊക്കെ വേണ്ടി പോകുമ്പോൾ അവരുടെ അവസ്ഥ കണ്ടാൽ അങ്ങോട്ട് കളക്ഷൻ കൊടുക്കേണ്ട സാഹചര്യമാണ്. പക്ഷെ അവരെപ്പോലും പലപ്പോഴും നമ്മൾ കണ്ണിൽ എന്താ പറയുക, കണ്ണുനീരില്ലാത്ത അല്ലെങ്കിൽ കണ്ണിൽ ചോരയില്ലാത്ത രൂപത്തിൽ കാണാറുണ്ടോ എന്നുള്ളത്. പ്രവാസ ലോകത്തുള്ള ജീവിതം, ആ ജീവിതം അവരെ നമ്മൾ നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നമ്മുടെ കാര്യങ്ങൾ അവരോട് പറയാനെന്നുള്ളതാണ്. ഏതായിരുന്നാലും ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഇവിടെ ഉദ്ദേശിച്ച ആ കാര്യങ്ങൾ ആ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട്
എല്ലാവരും ജീവിക്കണമെന്നും അതോടൊപ്പം തന്നെ മനസ്സിലാക്കണമെന്നുമാണ്, പരസ്പരം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോകാൻ ശ്രമിക്കണമെന്നാണ് സൂചിപ്പിക്കാനുള്ളത്. അള്ളാഹു നമുക്കൊക്കെ നമ്മുടെ കുടുംബങ്ങളിലൊക്കെ എല്ലാവിധ നന്മയും ഹൈറും ബർക്കത്തും ഒക്കെ ചെരിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഒരുപാട് ഉപദേശങ്ങൾ തന്ന ബഹുമാനനായ സഹസറിനുള്ള നന്ദി അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ പ്രവാസ ലോകത്ത് ജീവിക്കുന്ന ആളുകൾ അവരുടെ പ്രയത്നങ്ങളിൽ, അവരുടെ ആ ഉപജീവന മാർഗത്തിൽ അള്ളാഹു വിശാലത നൽകട്ടെ. അവരുദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ ഹലാലായ മാർഗത്തിലൂടെ പൂർത്തീകരിച്ച് നാട്ടിലേക്ക് തിരിച്ചെത്തി ഒരു സന്തോഷത്തോടു കൂടി കുടുംബജീവിതം നയിക്കാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വാഹിർ ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.